ഡെമോക്രസിയുടെ വടക്കൻ മേഖലാ സുഹൃത്തായ കെ സുധാകരൻ കുറച്ചുനാളായി ഈ പരിപാടിയെ സന്ദർശിച്ചിട്ട്. അങ്ങനെ നമ്മുടെ മഹനീയ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നിരിക്കുകയാണ്. കണ്ണൂർ സിംഹം അല്പസമയം നമ്മോടൊപ്പം ഉണ്ടാകും. ഇന്നത്തെ വിഷയം കണ്ണൂരും പി ജയരാജ പ്രകീർത്തനങ്ങൾ ഒന്നുമല്ല, കേന്ദ്രമാണ്. BJPയുടെ ഇന്ത്യ ഭരണത്തിൻ്റെ താരതമ്യ ക്ലാസ്സാണ്. അപ്പോൾ ആരംഭിക്കാം. പരത്തി പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഞാൻ പരത്തുന്നില്ല. മോഡി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. പുതുപെണ്ണ് പുരപ്പുറം കയറി അടിക്കും, പിന്നെ പെണ്ണ് നിങ്ങളങ്ങ് പൂരിപ്പിച്ചാ മതി. അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് സ്ഥലകാല ഭ്രമം സംഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലത്തിലായി ഇന്നിപ്പോ മോഡി നമ്മുടെ മുമ്പിൽ. അദ്ദേഹം നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ ഓരോന്നും പരിശോധിക്കുക. കോൺഗ്രസ് രഹിത ഭാരതം എന്ന് പറയുമ്പോ അത് കേവലം ഒരു മുദ്രാവാക്യമല്ല. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ലെഗസി ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ലെഗസി അല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ലെഗസിയാണ്. നാട്ടിൽ മൊത്തം നോട്ടൊരു വിഷയമാക്കിയ മോദിയും നേരത്തെ BJP അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ അറിയണം. അതിലാദ്യം ഇവർ രണ്ടും ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് എന്നതാണ് അറിയേണ്ടത്. മോഡിയുടെയും വാജ്പേയിയുടെയും രാഷ്ട്രീയ വളർച്ചയും ഉയർച്ചയും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. മോഡി RSSലൂടെ വന്നയാളാണ്, വാജ്പേയി ജനസംഘത്തിലൂടെ വന്നയാളാണ്. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ RSS? RSSന് ഒരു അജണ്ടയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ. RSS നിലനിൽക്കുന്നത് ആ അജണ്ട ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. അത് ഹിന്ദു വർഗീയ ഫാസിസമാണ്, ഹിന്ദു വർഗീയതയാണ്. ഈ നാട് ഹിന്ദുസ്ഥാൻ, അത് ഹിന്ദുക്കളുടേതാണ്, അത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയിൽ നിന്നും വളർന്നു വന്ന ശ്രീ മോഡിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ത് എന്ന് ഞാൻ നിങ്ങളോട് പറയണം. അങ്ങനെയും പറയാം. വാജ്പേയി അതല്ല. വാജ്പേയി സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുണ്ട്. അദ്ദേഹം ജനസംഘത്തിലൂടെ കടന്നു വന്നയാളാ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും മോഡിയുടെ കാഴ്ചപ്പാടും കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആശങ്ക. ഇനിയാണ് ആ സുപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുന്നത്. ഭരണവ്യത്യാസം. RSSലൂടെ വളർന്നു വന്ന മോദി പിന്തുടരുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ജനപക്ഷത്തിലൂടെ വളർന്നു വന്ന അടൽജി ആരുടെ പാതയായിരുന്നു ഭരണത്തിൽ പിന്തുടർന്നത്? സുധാകരൻ പറയും. മോഡി പ്രധാനമന്ത്രിയായതിലൊന്നും ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. BJP എന്താ ഇത് ആദ്യമായിട്ട് ഭരിക്കുകയാണോ? അല്ലല്ലോ. ഇതിനു മുമ്പ് BJP ഭരിച്ചിട്ടില്ലേ? 5 വർഷം, 10 വർഷത്തിൽ 5 വർഷം പൂർണ്ണമായി കോൺഗ്രസിന് പകരം ഭരിച്ച ഒറ്റ പാർട്ടിയെ ഉണ്ടായിട്ടുള്ളൂ, അത് BJP-യാണ്. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോ നമുക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. മതേതരത്വത്തിന് പോറലേൽക്കുമോ? ഹിന്ദു വർഗീയ ഫാസിസം ഇന്ത്യ രാജ്യത്ത് ശക്തമാകുമോ? ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ 5 വർഷം വാജ്പേയി ഭരിച്ചു. ഒരാശങ്കക്കും വകയില്ലാതെ 5 വർഷം നല്ല ഭരണം കാഴ്ചവെച്ചു വാജ്പേയി ഇറങ്ങിപ്പോയി. എന്തായിരുന്നു ആ മഹാങ്ങളുടെ സ്വപ്നം ഒന്ന് പറഞ്ഞേ? വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോ എല്ലാരും ഭയപ്പെട്ടു. കോൺഗ്രസിന്റെ നയങ്ങൾ മാറ്റും, കോൺഗ്രസിന്റെ വിദേശ നയം പൊളിച്ചെഴുതും, വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതും, സാമ്പത്തിക നയം പൊളിച്ചെഴുതും, കാർഷിക നയം പൊളിച്ചെഴുതും. ഒന്നും ചെയ്തില്ല. ഞങ്ങൾ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും പരിപാടികളും അതുപോലെ കൊണ്ടുപോയി വാജ്പേയി. കോൺഗ്രസിന്റെ കാർഷിക നയം, കോൺഗ്രസിന്റെ വ്യാവസായിക നയം, കോൺഗ്രസിന്റെ സാമ്പത്തിക നയം, കോൺഗ്രസിന്റെ വിദേശ നയം, എല്ലാം കോൺഗ്രസിന്റെ ശാസ്ത്ര നയം, എല്ലാം കോൺഗ്രസിന്റെ നയം അപ്പടി കൊണ്ടുപോയി. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വികസനത്തിന്റെ വണ്ടിക്കകത്ത് തിരിക്കാനിടത്ത് വാജ്പേയി ഇരുന്നു. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വികസനത്തിന്റെ ട്രാക്കിൽ ആ വണ്ടി കൊണ്ടുപോയി എന്നല്ലാതെ ഒരു നേരിയ ഡീവിയേഷൻ ഉണ്ടായില്ല. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ ഭരണം അദ്ദേഹം വീണ്ടും പ്രതിഫലിപ്പിച്ചു. ചരിത്രത്തിൽ വാജ്പേയിയെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസിന്റെ നയങ്ങൾ നടപ്പിലാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയെന്ന്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. മതസൗഹാർദ്ദത്തിന് പോറലെത്തില്ല, ജാതീയത ആളിക്കത്തിയില്ല,
വംശീയ കലാപം ഉയർന്നു വന്നില്ല. വികസനം, കോൺഗ്രസിന്റെ വികസനം നടപ്പിലാക്കി. അതുകൊണ്ട് വാജ്പേയിയുടെ 5 വർഷം ഇന്ത്യക്ക് ഒരു ദോഷവും ചെയ്തില്ല. പക്ഷേ മോഡി, ആ ഗണത്തിലല്ല മോഡി. മോഡി ഒരു വേറെ മോഡലാ. അതുകൊണ്ടാണ് നമുക്ക് ആശങ്ക, ഇന്ത്യ രാജ്യം എവിടെ എത്തും. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. പ്രിയ സുധാകർജി, അങ്ങയുടെ ഈ താരതമ്യ പഠനത്തിൽ ഒരു പ്രശ്നമില്ലേ? കോൺഗ്രസിൻ്റെ നയങ്ങളെ അടൽജി പിന്തുടർന്നിട്ടുണ്ടാവാം, ശരി. അതായത് 1991 നരസിംഹറാവു മന്ത്രിസഭ ആയിരുന്നു 98 വാജ്പേയിയുടെ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് 5 കൊല്ലം പൂർത്തിയാക്കിയ കോൺഗ്രസ് മന്ത്രിസഭ. അവിടെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വട്ടമിട്ട് വെച്ചെടുത്താണ് അടൽജിയുടെ മന്ത്രിസഭ കളിച്ചത്. പക്ഷേ ഒന്നും തടഞ്ഞില്ല. എന്നാൽ അതേ സ്ഥലത്ത് വൻ ഗർത്തമുണ്ടാക്കിയാണ് മോദി കളിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും വളം വെച്ച് കൊടുത്തത് അങ്ങയുടെ നരസിംഹം സർക്കാർ അല്ലേ? അടൽജിയെ തഴുകി മോദി കുഴിച്ചു എന്ന് മാത്രം. കൊല ചെയ്യുന്നവർ മാത്രമല്ല, അതിന് ആസൂത്രണം നടത്തുന്നവരും കുറ്റക്കാരാണ്. അതുകൊണ്ട് ഇത്തരം പ്രസംഗങ്ങളുമായി ഇനിയും ഇതുവഴി വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞാൽ കൊടിക്കുന്നിലിൻ്റെ അടക്കം പറച്ചിൽ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈന്റെങ്കിലും വരുമോ? എന്താ ഇവിടെ അത്ര ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരിക്കുകയാണോ കരയുകയാണോ?